ഡോക്ടർ ആ സ്നേഹ വാ ഇരിക്കും സാമല്ലേ എന്ത് പറ്റി ഇവിടെ? ഡെർമറ്റോളജിസ്റ്റ് AP ഡോക്ടറെ കാണാൻ വന്നതാണ്. പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സ്കിൻ പീലിംഗ്. കല്യാണം ഉറപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻ. സ്നേഹ എത്ര എത്തി നാട്ടില്? കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിലെത്തിയതേ ഉള്ളൂ. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിക്കായിരുന്നു. HPV വാക്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ പരസ്യങ്ങളൊക്കെ നിറയെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇതുവരെ എടുത്തില്ലേ സ്നേഹ? എടുത്തില്ല. സ്നേഹ ഇപ്പൊ 24 ഇയേഴ്സ് അല്ലേ? 24 കഴിഞ്ഞു. അപ്പൊ 3 ഡോസസ് HPV വാക്സിനേഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ 3 ഡോസസ് എന്ന് പറയുമ്പോൾ എന്നാ കല്യാണം വരുന്നത്? കല്യാണം 6 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ഡോസ് എടുക്കാം. അത് കഴിഞ്ഞ് വിത്തിൻ 1 to 2 months സെക്കൻഡ് ഡോസ്, 6 monthsനുള്ളിൽ തേർഡ് ഡോസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ശരിക്കും ഇത് ഐഡിയലി റെക്കമെൻഡഡ് 9 years to 14 years ആണ് കുട്ടികളിൽ, ഗേൾസിൽ. സോ ആ ടൈമിൽ എടുക്കുവാണെങ്കിൽ 2 ഡോസ് എടുത്താൽ മതി. ഇതിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ അഡ്വേഴ്സ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സാധാരണ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ വേറൊരു വാക്സിൻ എടുക്കുക, അതുപോലെ ഒരു ലോക്കൽ റിയാക്ഷൻ, ഒരു പെയിൻ ഉണ്ടാവും ആ ഒരു ഇഞ്ചക്ഷൻ സൈറ്റിൽ, അല്ലെങ്കിൽ സ്വെല്ലിങ്, റെഡ്നെസ്, ഇതൊക്കെയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്. ചിലപ്പോൾ ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റം, ഒരു ചെറിയൊരു പനിയോ അങ്ങനെ എന്തെങ്കിലും, അതൊരു കപ്പിൾ ഓഫ് ഡേയ്സിൽ അതങ്ങ് സെറ്റിൽ ആവും. ഈ വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു 90% കേസുകളോളം HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുകൊണ്ട് കോസ് ചെയ്യുന്നതാണ്. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഇതിപ്പം ഗേൾസിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല മെയിൽസിനും കൂടെ എടുക്കാം, ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രിവെന്റ് അതർ ക്യാൻസേഴ്സ് ഓൾസോ. ലൈക്ക് ഗേൾസിൽ വൾവ, വജൈന, പിന്നെ മെയിൽസിലാണെങ്കിൽ ഏനൽ, ത്രോട്ട് ക്യാൻസർ, അതൊക്കെ പ്രിവെന്റ് ചെയ്യും ഈ ഒരു ഇതുകൊണ്ട്. മാത്രമല്ല HPV റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും ഇത് വെച്ച് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ വാക്സിൻ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ഞാൻ എടുക്കേണ്ടത്? ഈ HPV എന്ന് പറയുന്നത് തന്നെ ഒരു 150 മേലെ സ്ട്രെയിൻസ് ഉണ്ട്. അതായത് അത് 2 ടൈപ്പായിട്ടാണ്. അതായത് ഹൈ റിസ്ക് ഉണ്ട്, ലോ റിസ്ക് ഉണ്ട്. അപ്പം ഹൈ റിസ്ക് വെറൈറ്റിയിലാണ് വാക്സിൻ ഇറക്കിയിട്ടുള്ളത്. അതിൽ 16 and 18 അതാണ് ഏറ്റവും 90% കേസസ് ഓഫ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് HPV 16 and 18 ആണ്. സോ നമുക്ക് 3 തരം വാക്സിനാണ് ഇപ്പം മാർക്കറ്റിൽ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇറങ്ങിയ വാക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ടാർഗറ്റ്സ് ഫോർ 2 strains ഓഫ് HPV 16 and 18. അതിന് നമ്മൾ സെർവാരിക്സ്. സെക്കൻഡ് എന്ന് പറയുന്നത് ക്വാഡ്രിവാലന്റ് വാക്സിൻ, അത് 4 strains ഓഫ് വൈറസ്, അതായത് 6, 11, 16 and 18 കവർ ചെയ്യും. 4 സ്ട്രെയിൻസിനെ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഒരു നോണാവാലന്റ് വാക്സിൻ, അതായത് 9 strains ഓഫ് HPV വൈറസിനെ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ഏതാന്ന് ചോദിച്ചാൽ മറ്റത് 9 strains കവർ ചെയ്യും. അതിന്റെ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഇന്ത്യയിൽ തന്നെ കമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കുന്ന വാക്സിൻസ് ഉണ്ട്. അതായത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിപ്പം 2000 താഴെയാണ് അതിന്റെ റേറ്റ് വരുന്നത്. നോണാവാലന്റ് 9 strains ഉള്ളത് എടുക്കുമ്പോൾ ഒരു ഡോസിന് തന്നെ 10,000 rupees വരും. അങ്ങനെ 3 ഡോസസ് എടുക്കേണ്ടി വരും.